one and all, Assalamu alaikum, welcome to a new episode. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഗ്ലോബൽ വില്ലേജ് ആണ്. ഗ്ലോബൽ വില്ലേജ് ദുബായ് എല്ലാവർക്കും അറിയായിരിക്കും. അത് ഏറ്റവും വലിയ ഫുഡ് എൻ്റർടൈൻമെൻറ്റ് ഷോപ്പിങ്ങിൻ്റെ ഒരു വലിയൊരു ഏരിയ ആണ്. ഇപ്രാവശ്യം നമുക്ക് തെർമൽ സ്ക്രീനിങ് ഒക്കെ ഉണ്ട്, കോവിഡൊക്കെ കാരണം. ഇവിടെ നിന്ന് പറയുന്നത് 26 രാജ്യങ്ങളുടെ പവലിയനാണ് ഉള്ളത്. അതിൽ 78 രാജ്യങ്ങളുടെ കൾച്ചേഴ്സ് ഇവരിവിടെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്രാവശ്യത്തെ ഗ്ലോബൽ വില്ലേജിനൊരു പ്രത്യേകത ഉണ്ട്. അവിടെ 25th സീസണാണ്, അതായത് സിൽവർ ജൂബിലി ആണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് കാണാം. ഇതിൻ്റെ ടിക്കറ്റ് ഫീ എന്ന് പറയുന്നത് 15 ദിർഹംസ് ആണ്. കുട്ടികൾക്കാണെങ്കിലും 3 വയസ്സിൻ്റെ മേലുള്ളവർക്ക് ടിക്കറ്റ് എടുക്കണം. 15 ദിർഹംസ് ആണെങ്കിൽ അത് ശരിക്കും വേർത്തിയാണ്, കാരണം അത്രയും കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. എൻട്രൻസ് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോഴുള്ള കാഴ്ചയാണിത്. അപ്പോൾ അവിടെ നമുക്ക് ഓരോ രാജ്യങ്ങളുടെ ഫേമസ് ആയിട്ടുള്ള ബിൽഡിങ്സ്, സ്റ്റാച്യൂസൊക്കെ കാണാൻ പറ്റും. അതായത് ബുർജ് ഖലീഫ, കൊളോസിയം, ക്ലോക്ക് ടവർ ലണ്ടൻ, പിന്നെ അതുപോലെ തന്നെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി, അങ്ങനെ ഒരുപാട് മോഡൽസ് ഉണ്ട് അവിടെ. ഇവിടുത്തെ ഫുള്ള് പവലിയൻസ് കണ്ടു തീർക്കാനാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതും പിന്നെ കാണാൻ ഒരുപാട് കാഴ്ചകളുള്ള പവലിയൻസൊക്കെയാണ് കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പോയിട്ട് കാണാം. ടർക്കിയുടെ പവലിയനിൽ നമ്മൾ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ അട്രാക്റ്റ് ചെയ്യുന്നത് ഈ ഒരു ലൈറ്റ്സിൻ്റെ ഷോപ്പാണ്. ലൈറ്റ് എന്ന് പറയുമ്പോൾ ഹാങ് ചെയ്തിടുന്ന ലൈറ്റാണ് കൂടുതലും. പിന്നെ അവിടെ ലൈറ്റ്സ് മാത്രമല്ല, ആക്സസറീസ് അവൈലബിൾ ആണ്. 5 ദിർഹംസാണ് പെർ പീസ് വരുന്നത്. പിന്നെ അതിൻ്റെ തന്നെ കുറേ കളേഴ്സ്, ബ്രേസ്ലെറ്റൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കീ ചെയിൻസിൻ്റെ ഒക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് ഇവിടെ. പിന്നെ ടർക്കിഷ് ഡ്രസ്സസ്, ഇവിടെ സ്പൈസ്, കാർപ്പറ്റ്സ്, അതിൻ്റെയൊക്കെ ഷോപ്സാണ് പിന്നെ ഇവിടെ കാണാനുള്ളത്. പിന്നെ വരുന്നതാണ് പാകിസ്ഥാൻ പവലിയൻ. ഇവിടെ കാണിക്കാനുള്ളത് ഇവരുടെ ലെതർ കോട്ട്സ് ആണ്. സാധാരണ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിനെക്കാട്ടും പ്രൈസ് കുറവായിട്ട് തന്നെ നല്ല ക്വാളിറ്റിയുടെ ലെതർ കോട്ട്സ് നമുക്കിവിടെ മേടിക്കാൻ കിട്ടും. പിന്നെ ഇവിടെ ഉള്ളത് ലേഡീസിന് ഇഷ്ടപ്പെട്ട ഒരു ഷോപ്പാണ്, പാകിസ്ഥാനി സൽവാർ. ഒട്ടുമിക്ക എല്ലാ പെണ്ണുങ്ങൾക്കും ഇഷ്ടമാണ് പാകിസ്ഥാനി സൽവാർസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ റെഡിമെയ്ഡ് ആയിട്ടുള്ള സൽവാസ് ഒന്നുമില്ല, അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽസാണ്. എല്ലാതരം മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ബ്രൈഡൽ ടു നമ്മൾ നോർമൽ ഇടുന്ന എല്ലാതരം മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. മെയിനായിട്ട് കോട്ടൻ്റെ മെറ്റീരിയൽസാണ് അവർ ഇവിടെ കൂടുതലും വിൽക്കുന്നത്. പിന്നെ നമ്മൾ പോയത് UAE-ലേക്കാണ്. അവിടെയും ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ ഷോപ്സ് ഉണ്ട്. പിന്നെ വരുന്നത് ഈ പെർഫ്യൂമിൻ്റെ ഷോപ്പാണ്. നല്ല ലോങ് ലാസ്റ്റിംഗ് സ്മെല്ലുള്ള പെർഫ്യൂംസൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ അത്ര സ്ട്രോങ് സ്മെല്ലൊന്നുമല്ല, ലൈറ്റ് സ്മെല്ലൊക്കെ. പക്ഷേ അതിൻ്റെ അവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് കുറച്ച് ഹൈ ആണ്. പിന്നെ കന്തൂറ ഷോപ്സ് ഉണ്ട്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഉള്ള റെഡിമെയ്ഡ് കന്തൂറാസും അതുപോലെ തന്നെ അതിൻ്റെ മെറ്റീരിയൽസൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ കാണാൻ പറ്റുന്നത് പുകയ്ക്കുന്ന കുന്തിരിക്കത്തിൻ്റെ ഒക്കെ ഷോപ്സാണ്. ഇവരുടെ അടുത്ത് പല ഫ്ലേവേഴ്സ് അവൈലബിൾ ആണ്. അതായത് ലാവൻഡർ, റോസ്, ജാസ്മിൻ, ഹണി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഫ്ലേവേഴ്സ് ഉണ്ട്. പിന്നെ ഇതൊക്കെ പുകച്ചിട്ടുണ്ടെങ്കിൽ കൊറോണയെ വരില്ല എന്നാണ് കേട്ടോ ഇവർ പറയുന്നത്. അതേപോലെ തന്നെ ഇത് ഫുള്ളി ഓർഗാനിക് ആണെന്നും പറയുന്നുണ്ട്. ഒരു മിക്സും കാര്യങ്ങളൊന്നുമില്ല, പ്യുവറാണ്.
ഗ്ലോബൽ വില്ലേജ് നമുക്ക് പലതരത്തിലുള്ള ഫുഡ് കിട്ടുമെങ്കിൽ നമ്മൾ എപ്പോഴും വന്നിട്ടുണ്ടെങ്കിൽ മേടിക്കാറ് ഇവിടുത്തെ ലോക്കൽ സ്ത്രീകൾ ഉണ്ടാക്കുന്ന ലുക്കേമത്താണ്. അതായത് ഒരു അറബിക് ഡിഷാണത്. അത് മാത്രമല്ല ഇവർ ഉണ്ടാക്കുന്നത് വേറൊരു സംഭവം കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ എക്സാക്റ്റ് നെയിം എനിക്കറിയില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ദോശ പോലെ ഇരിക്കുന്നത്, പക്ഷെ അതിൻ്റെ മേലെ ഇവർ മുട്ട കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ലുക്കേമത്ത്. കണ്ടിട്ടുണ്ടെങ്കിൽ ഗുലാബ് ജാമുൻ്റെ പോലെയാണ്. ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ ഡേറ്റ് സിറപ്പ് ഒഴിച്ചിട്ടാണ് നമുക്കവർ തരുന്നത്. പിന്നെ ഇവിടെ വരുമ്പോൾ ഒട്ടും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇവിടുത്തെ സ്റ്റണ്ട് ഷോ എന്ന് പറയുന്നത്. നല്ല അടിപൊളി ഷോ ആണ്, കാണാൻ അത്രയും ഉണ്ട്. അപ്പോൾ ഒരിക്കലും ആരും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മിസ് ചെയ്യരുത്. യൂറോപ്പ് പവലിയനിൽ ചെന്നപ്പോൾ അവിടെ അധികവും ആൻറ്റിക്സ്, അതേപോലെ തന്നെ നമുക്ക് ഹോം ഡെക്കോറിന് പറ്റിയ നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസിൻ്റെ ഷോപ്സുകളാണ് അധികവും കാണാൻ പറ്റിയത്. പിന്നെ അവിടെ കാർട്ടൂൺ ഡ്രോയിങ്സിൻ്റെ ഒരു ഏരിയ കാണാം. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പേഴ്സണാലിറ്റീൻ്റെയോ അല്ലെങ്കിൽ നമ്മളെ തന്നെ കാർട്ടൂൺ ഡ്രോയിങ് അവർ ചെയ്തു തരും. 80 dirhams ആണ് അതിൻ്റെ ചാർജ് വരുന്നത്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി കണ്ടപ്പോൾ അമേരിക്ക എന്ന് മനസ്സിലായെങ്കിലും തൊട്ടടുത്തുള്ള സ്റ്റാച്യു ആരുടെയെന്ന് ഒരു പിടുത്തം കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇത് അമേരിക്കൻ ഗോത്രവർഗത്തിൻ്റെ നേതാക്കളുടെ ലുക്ക് അങ്ങനെയാണ്, അപ്പോൾ അതിൻ്റെ ഒരു ഇത് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചൊരു സ്റ്റാച്യു ആണെന്ന്. പിന്നെ ഇവിടെ ആയാലും യൂറോപ്പിലെ പോലെ തന്നെ ഹോം ഡെക്കോറും ആൻറ്റിക് ഐറ്റംസിൻ്റെ ഷോപ്സൊക്കെ തന്നെയാണ് കൂടുതലും. ഇത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാസ്ക്, ടീഷർട്ട്, ക്യാപ്സൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു ഷോപ്പാണ്. ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റാണ് ഇവിടുത്തെ ഈ സ്റ്റേജ് ഷോ എന്ന് പറയുന്നത്. എല്ലാ രാജ്യത്തിൻ്റെയും പെർഫോമൻസസ് ഇവിടെ നടക്കാറുണ്ട്. നമ്മൾ അന്ന് പോയപ്പോൾ ഉണ്ടായിരുന്നത് ഇന്ത്യൻ പെർഫോമൻസ് തന്നെയായിരുന്നു. ഇത്ര വലിയ പ്രോഗ്രാം നടക്കുന്നുണ്ടെങ്കിൽ പോലും അവർ കോവിഡ് റൂൾസൊക്കെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് തന്നെയാണ് ഈ പ്രോഗ്രാംസൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. 2 മീറ്റർ ഡിസ്റ്റൻസിലാണ് എല്ലാ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ഉള്ളത്. ചില പവലിയനൊക്കെ നമ്മൾ മുമ്പത്തെ വർഷങ്ങളിൽ അധികം ഒന്നും കാണാനില്ലാത്തത് കൊണ്ട് ഇപ്രാവശ്യം അതിൽ കയറാൻ നിന്നില്ല. പിന്നെ നമ്മൾ പോയിട്ടുള്ളത് തായ്ലാൻഡ് പവലിയനിലാണ്. തായ്ലാൻഡ് പവലിയനിൽ കൂടുതലായിട്ടും ബ്യൂട്ടി പ്രൊഡക്ട്സിൻ്റെ ഷോപ്സ്, അതേപോലെ തന്നെ ഫ്രൂട്ടിൻ്റെ ഷോപ്സുകളൊക്കെയാണ്.
നമ്മളെ നാട്ടിൽ റോഡ് സൈഡിലൊക്കെ മാങ്ങ അതേപോലെ തന്നെ പൈനാപ്പിളൊക്കെ ഉപ്പും മുളകൊക്കെ ഇട്ട് തരുന്ന പോലെ തന്നെ ഒരു ഷോപ്പാണിത്. അപ്പോൾ ഇവിടെ കുറച്ചധികം ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതുപോലെ അത് ചെയ്തു തരും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അവിടെ ഫയർ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മളത് കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഫയർ വർക്കൊക്കെ കണ്ടിട്ട് വരാം. പിന്നെ വരുന്നതാണ് ഈ റൈഡ്സിൻ്റെ ഏരിയ. സാധാരണ നല്ല റഷ് അവിടെ കാണാറുണ്ട്, ഇപ്രാവശ്യം പൊതുവെ കുറവായിരുന്നു. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അറബികളുടെ പ്രധാന വിനോദമാണ് ഇങ്ങനത്തെ ഗെയിംസൊക്കെ. അഫ്ഗാനിസ്ഥാൻ്റെ ട്രഡീഷണൽ ഐറ്റംസൊക്കെയാണ് ഇതൊക്കെ. അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ ടർക്കിഷ് ഐസ്ക്രീം. ശരിക്കും പറഞ്ഞാൽ ഐസ്ക്രീം അല്ലേ, ഇവരുടെ ഡാൻസാണ് ഏറ്റവും ഇഷ്ടം. സ്വയം എൻജോയ് ചെയ്തും അതുപോലെ തന്നെ മേടിക്കാൻ വരുന്നവരെയും അതുപോലെ തന്നെ രസിപ്പിച്ചിട്ടുമാണ് ഇവരുടെ ജോലി ചെയ്യുന്നത്. അവിടുന്ന് നീങ്ങിയിട്ട് പിന്നെ നമ്മൾ കാണുന്നത് കൂടുതൽ നോർത്ത് ഇന്ത്യൻ ഷോപ്സാണ്. നോർത്ത് ഇന്ത്യനിലെ പലതരത്തിലുള്ള ഫുഡ് നമുക്ക് അവിടുന്ന് ടേസ്റ്റ് ചെയ്യാം. ഇതാണ് ഈജിപ്ത് പവലിയൻ. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ നിന്നില്ല. ഈജിപ്ത് പവലിയൻ്റെ ഉള്ളിൽ കൂടുതലും അവിടെ ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ ഷോപ്സ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഇവിടെ ഇത്രയധികം പവലിയൻസ് ഉണ്ടെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ളതും അതുപോലെ തന്നെ കുറേ ഐറ്റംസും. പിന്നെ ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പവലിയൻ എന്ന് പറയുന്നതാണ് ആഫ്രിക്ക. മറ്റൊരു പവലിയൻ പോലെയല്ല ആഫ്രിക്ക എന്ന് പറയുന്നത്. ഭയങ്കര കളർഫുള്ളാണ്. നമ്മൾ നടക്കുന്ന ഒരു വഴിയാണെങ്കിലും ഷോപ്പിലുള്ള ഐറ്റംസ് ആണെങ്കിലും എല്ലാം ഭയങ്കര കളർഫുള്ളാണ്. ഇവരുടെ അടുത്ത് ഒരുപാട് ഐറ്റംസാണ് ഉള്ളത്. ഇതുപോലത്തെ കിച്ചൺ വെയർസ്, ക്രോക്കറീസ്, പിന്നെ അതുപോലെ തന്നെ ബാഗ്, മാസ്ക്, ചെരുപ്പ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവരുടെ കയ്യിലുണ്ട്. ഇവിടെ കാണാൻ പറ്റുന്ന മറ്റൊരു മെയിൻ ഷോപ്പാണ് ഈ ബ്യൂട്ടി പ്രൊഡക്റ്റിൻ്റെ ഷോപ്പ്. ഇവിടെ കൂടുതലായിട്ടും ഒരു ഓർഗാനിക് ആയിട്ടുള്ള അലോവേറ ജെല്ലും ഷിയ ബട്ടറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഷോപ്പിൻ്റെ ഫ്രണ്ടിലേക്ക് കൂടെ പോകുമ്പോൾ അവർ നമ്മളോട് ട്രൈ ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കും. അങ്ങനെ എൻ്റെ കയ്യിൽ ട്രൈ ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഫസ്റ്റ് അവർ ഷിയ ബട്ടർ അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ അപ്ലൈ ചെയ്യുന്നത് കോഫി സ്ക്രബാണ്. അതിനുശേഷം അവർ നല്ലപോലെ അത് കഴുകി കളയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫുൾ ബോഡി അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതിനുശേഷം അവർ അപ്ലൈ ചെയ്യുന്നത് റോസിൻ്റെ ലോഷനാണ്. അപ്പോൾ എല്ലാതും ഏകദേശം 15 ദിറംസിൻ്റെ റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ഇതാണ് ഷിയ ബട്ടർ. ഇനി നമ്മൾ പോകാൻ പോകുന്നതാണ് നമ്മളുടെ പവലിയൻ. ഇന്ത്യൻ പവലിയൻ എന്ന് പറയുന്നത് നല്ല ഗ്രാൻഡ് ലുക്കാണ്. എപ്പോഴും എല്ലാ കൊല്ലവും അവരത് മെയിൻറ്റെയിൻ ചെയ്യാറുമുണ്ട്. ഇന്ത്യൻ പവലിയൻ ലേഡീസിൻ്റെ മറ്റൊരു ഫേവറേറ്റ് സ്പോട്ടാണ്. കാരണം ഇതുപോലത്തെ ജ്വല്ലറീസ് നല്ല റേറ്റ് കുറവിൽ കിട്ടുന്നത് ഇവിടെ മാത്രമാണ്.
ഇവിടെ ഉള്ളത് ചുരിദാർ ഷോപ്സ് ആണ്. ഇതും മെറ്റീരിയൽസ് ആണ്, പക്ഷെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് ഇവിടെ. മറ്റൊരു നല്ല ഷോപ്പ് എന്ന് പറയുന്നത് ഈ ജുത്തീസിൻ്റെ ഷോപ്സാണ്. നല്ല ട്രെൻഡി വെറൈറ്റീസ് ആയിട്ടുള്ള ജുത്തീസ് ഇവിടെ കിട്ടും. നമുക്ക് ഏത് ഡ്രസ്സിന് ഇടാൻ പറ്റുന്ന ചെരുപ്പായാലും ജുത്തീസ് ആയാലും ഇവിടെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേഞ്ചേ ഉള്ളൂ. ഇത് മറ്റൊരു ജ്വല്ലറി ഷോപ്പാണ്. ഇവിടെ മിക്ക ഐറ്റംസും 2 ദിർഹംസും 5 ദിർഹംസൊക്കെ ഉള്ളൂ. നമുക്ക് ഫങ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ഇന്ത്യൻ പവലിയൻ്റെ ജസ്റ്റ് പുറത്തിറങ്ങിയപ്പോൾ ദുൽഖറിൻ്റെ ഒക്കെ ഫോട്ടോയും അതിൻ്റെ താഴെ വെൽഫെയർ പാർട്ടി എന്നൊക്കെ കണ്ടപ്പോൾ ചുമ്മാ എടുത്തതാണ് ഈ വീഡിയോ. ഇപ്രാവശ്യത്തെ ഇറാൻ്റെ പവലിയനും കാണാൻ നല്ല രസമായിരുന്നു. നല്ല രീതിയിൽ തന്നെ അവർ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇറാൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അവരുടെ സാഫ്രോണാണ്. ഇറാനിന് സാഫ്രൺ ആണെങ്കിൽ യമൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അവർ ഹണിയാണ്. നല്ല പ്യുവറായിട്ടുള്ള ഹണിയാണ് അവർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ അവിടെ എല്ലാ തരം സ്പൈസസും അവൈലബിൾ ആണ്. ഒട്ടുമിക്ക നല്ല പവലിയൻസ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. അതുവരെ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.